നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇന്നൊരു ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഗൈസ്, ഇതിനായിട്ട് വേണ്ട നമുക്ക് ഗ്രേറ്റഡ് ക്യാരറ്റ്, മിൽക്ക്, കാർഡമൻ, പിന്നെ നട്ട്സ് ആണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ ആ തിളയ്ക്കുന്ന പാലിലേക്ക് ഇച്ചിരി പഞ്ചസാര ഇടുക. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് അതിൻ്റെ അകത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാർഡമൻ അതിൻ്റെ അകത്ത് ഇടുക. ഇപ്പോൾ നിങ്ങളുടെ ഈ കാർഡമൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡമന്നിൻ്റെ പൗഡർ ഇട്ടിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് ബദാം പൗഡർ അതിൻ്റെ അകത്ത് ഇടുക കേട്ടോ. കാഷ്യൂനട്ട് മുന്തിരിങ്ങയും നെയ്ക്കകത്ത് കിടക്കുവാണ്. നമ്മൾ കാഷ്യൂനട്ട് മുന്തിരിങ്ങയും കൂടെ നമ്മൾ നെയ്ക്കകത്ത് ഇട്ട് ഇങ്ങനെ ഒന്ന് വറുത്തെടുത്തായിരുന്നല്ലോ, അത് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു ക്യാരറ്റ് വേവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ ആ ക്യാരറ്റ് വേവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഗൈസ്, ഇപ്പോഴേ തന്നെ ഉണ്ട് കേട്ടോ, നല്ല മണമാണ്, സൂപ്പർ മണമാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഗൈസ്, ഇത് ഏകദേശം ആവാറായിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം പറ്റി കേട്ടോ. വെള്ളം പറ്റി കഴിഞ്ഞാൽ, വെള്ളമല്ല സോറി പാലാണ്. അപ്പോൾ ഈ പാല് ഫുൾ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഹലുവ എല്ലാം ആയിന്നാണ് അർത്ഥം. ഉള്ളി പോയിട്ടുണ്ട്. നല്ല മണമാണ് ഗൈസ്, സൂപ്പർ മണമാണ്. അതെ, ആ നെയ്യുടെ എല്ലാത്തിൻ്റെയും നല്ലൊരു മണമാണ് ഇതിന്. അപ്പോൾ ഗൈസ്, നമ്മുടെ ക്യാരറ്റ് ഹലുവ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതെൻ്റെ അമ്മയുടെ സ്പെഷ്യലാട്ടോ. അപ്പോൾ ഞാനിത് ഏറ്റവും ആദ്യം എടുത്ത് കഴിച്ചു. ഞാൻ സ്വർഗം കണ്ടു ഗൈസ്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ റെസിപ്പി ആട്ടോ ഇത്. നിങ്ങൾ ഒരിക്കലും ഇത് വിട്ട് കളയരുത്. അപ്പോൾ ഗൈസ്, ഇത് ഉണ്ടാക്കി ആൾക്കൊന്ന് കഴിക്കാൻ കൊടുത്താലോ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് മസ്റ്റ് ട്രൈ ആണ്. ഉണ്ടാക്കിയേ നിങ്ങൾ നോക്കണം.